നമസ്കാരം. വീണ് കിട്ടിയ അപൂർവ അവസരം കളഞ്ഞുകുളിച്ച ഒരു മുഖ്യമന്ത്രി എന്ന അവാർഡോട് കൂടി പിണറായി വിജയന് പടിയിറങ്ങാം. സത്യത്തിൽ പിണറായി വിജയൻ എന്ന ഒരൊറ്റ മുഖ്യമന്ത്രി, ഒരൊറ്റ വ്യക്തി, ആ വ്യക്തി വിചാരിച്ചിരുന്നെങ്കിൽ തുടർഭരണം CPM എന്ന് പറഞ്ഞ ഒരു കക്ഷി ഇനി കേരളത്തിൽ നിന്ന് ഒരു കാരണവശാലും ഭരണ വഴിയിലായിരുന്നു. കോൺഗ്രസും BJPയും ഒന്നും ഒരു അഡ്രസ് ഉണ്ടാവില്ല. CPM മാത്രമേ ഇവിടെ നിന്ന് അങ്ങോട്ട് കേരളം ഭരിക്കുമായിരുന്നുള്ളൂ. അതിനുള്ള സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് കഴിവില്ലാഞ്ഞിട്ടോ അദ്ദേഹം ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാഞ്ഞിട്ടോ ഒന്നുമല്ല. ആകെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ പരാജയം വന്നതിനെ നേരിട്ടു. കടക്കണികളും മറ്റു കാര്യങ്ങളും ഉണ്ടായി. അതേപോലെ ആത്മഹത്യകൾ കൂടി, പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ അതങ്ങനെ ആകെ തുമ്പില്ലാതായി. കൊള്ള കൂടി, കാര്യങ്ങളൊക്കെ ശരി. പക്ഷെ എങ്കിലും കുറച്ച് റോഡുകളും പാലങ്ങളും അതും ഇതൊക്കെ വന്നതുകൊണ്ട് വികസനം വന്നു എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ മറക്കും. കേരളത്തിലെ ജനങ്ങൾ മറക്കാത്തത് അവരുടെ ആത്മാഭിമാനത്തിന്റെ മേലെ കയറിയിരുന്ന ഒരുത്തൻ നിരങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ആര് തന്നെ ആയാലും, ഏത് പൊന്നമ്പുരാനായാലും അവന്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുക എന്നുള്ളത് കേരളത്തിന്റെ ജനങ്ങളുടെ, അത് ഏത് രാഷ്ട്രീയ കക്ഷിയിലും അവരുടെ ഒരു പൊതു സ്വഭാവമാണ്. അത് ഞങ്ങളുടെ നേതാവാണ്, സഖാവാണ് എന്നതുകൊണ്ടൊന്നും നടക്കുന്നില്ല. ഇനി ഏത് നേതാവായാലും നമുക്കറിയാലോ. കുഞ്ഞാലിക്കുട്ടി അവര് തോൽപ്പിച്ചിട്ടുണ്ട്, ഇവിടെ ഉമ്മൻചാണ്ടി അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. അതായത് സകല എണ്ണത്തിനെയും ആരാണ് എന്ന് നോക്കാതെ എല്ലാത്തിനെയും പിടിച്ച് തോൽപ്പിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ വ്യക്തി മറ്റുള്ളവരോട് ഒന്ന് ചിരിച്ചിട്ട്, ഒന്ന് സൗമ്യമായി വർത്താനം പറഞ്ഞ്, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു, ഉദാഹരണത്തിന് വിളിച്ചു ചോദിച്ചു, ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, ആയിക്കോട്ടെ ചോദിക്കണം, അജ്ജി ചോദിക്കുക, എന്റെ ചോദ്യം കേൾക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇത് എനിക്ക് പിന്നീട് പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോരുന്ന ഒരു നാനാർ സഖാവിന്റെ ഒരു നിലപാടൊക്കെ എടുത്തിട്ട് ഒരു നേരം പോക്ക് പോലെ എടുത്തിരുന്നുണ്ടെങ്കിൽ സഖാവ് പിണറായി വിജയന് മരിക്കോളം മുഖ്യമന്ത്രിയാകാൻ കേരളത്തിൽ. എനിക്ക് തോന്നുന്നതാണ്. പക്ഷെ ധാർഷ്ട്യം വീട്ടിൽ പോയി പറയും, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരു മനുഷ്യനെയും അടുപ്പിക്കില്ല. ഒരുതരം ധാർഷ്ട്യം, ഗുണ്ടായിസം, ഈ ഒരു മനുഷ്യനോട് ഇടപെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് കേരളത്തിൽ CPM ഭരണം തന്നെ അവസാനിപ്പിക്കാൻ കാരണമെന്ന് ഒരുപക്ഷെ പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഇതിനിടയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ. ഇനി സംഭവിക്കാൻ പോണ കാര്യങ്ങൾ, ഇതിനു മുമ്പ് സെക്രട്ടേറിയറ്റിൽ ഫയൽ കത്തിയിട്ടുണ്ട്, മറ്റു പല ഓഫീസുകളിലും പല ഫയലുകളും കത്തിയിട്ടുണ്ട്. ഭരണമാറ്റം വരുന്നു അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ ആ ഫയലുകൾ ഷോർട്ട് സർക്യൂട്ടിലൂടെ കത്തിപ്പോകുന്നത് സ്വാഭാവികം. അല്ലെങ്കിൽ കെട്ടിടം തന്നെ ചുട്ട് നശിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ഒരു സ്വാഭാവിക പരിപാടിയായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ചില ഫയലുകൾ കൂടുതൽ കത്തുമെന്നാണ് അറിയുന്നത്. അതായത് പിണറായി എന്ന് പറയുന്ന ഒരു ഒറ്റൊരാൾ ഈ CPM നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാരിന്റെ അന്ത്യം കുറിച്ചതോടെ, അതായത് UDF അധികാരത്തിൽ വരുമെന്ന് ഏകദേശമൊക്കെ ഉറച്ചു എന്നാണ് മൊത്തത്തിൽ സംസാരിക്കുന്നത്. LDF വൃന്ദങ്ങളിൽ നിന്ന് പോലും സംസാരിക്കുന്നത്. ഒരുപക്ഷെ സഖാവ് പിണറായി വിജയൻ തോൽക്കും എന്ന് പോലും പറയുന്ന സഖാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ശരിയല്ല, അയാളങ്ങ് തോൽക്കട്ടെ, എന്നാലേ പാർട്ടി നന്നാവുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് പേരെ കണ്ടു. ഇനി അത്തരത്തിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് സഖാവിനെ അങ്ങ് തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറെ സിൽബന്ദികളും തൂങ്ങും. അതിന്റെ വാല് പിടിച്ചുകൊണ്ട് കുറെ എണ്ണം പലതും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളവർ ചെയ്തു കൂട്ടിയിട്ടുള്ള ചില ഫയലുകളുണ്ട്. ആ ഫയലുകൾ മുഴുവൻ കത്തി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്, ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോ പരക്കെ സംസാരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള പ്രശാന്ത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടു. ഇപ്പോ വോട്ട് പെട്ടിയിലായി, 9ാം തീയതി പെട്ടിയിലായതിനു ശേഷം അതിന് കാവൽ നിൽക്കുകയാണ്, മെഷീന് കാവൽ നിൽക്കുകയാണ് ഇവിടുത്തെ പട്ടാളവും പോലീസും എല്ലാം. സത്യത്തിൽ അതിന് മാത്രം കാവൽ നിന്നാൽ പോരാ എന്നും ഇവിടെ സർക്കാർ ഫയലുകൾ, സർക്കാർ ഓഫീസുകൾ അതിനു കൂടി കാവൽ ഏർപ്പെടുത്തണമെന്നും, അത്രത്തോളം അഴിമതികൾ, സ്വജനപക്ഷപാതം ഒക്കെ നടന്നിട്ടുണ്ട്. അത് തെളിയിക്കുന്ന ചിലരൊക്കെ അന്വേഷണം നേരിടുന്നുണ്ട്. ചിലരുടെ പേരിൽ പരാതികളും വന്നിട്ടുണ്ട്. ആ പരാതികളൊക്കെ ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തീർപ്പാക്കുക. അത്തരത്തിലുള്ള കേസുകൾ സംബന്ധിച്ചുള്ള ഫയലുകളൊക്കെ ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നശിപ്പിക്കുക. അതിനുവേണ്ടി ഈ ഫയലിംഗ് സിസ്റ്റം, ചില കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, കെട്ടിടങ്ങളൊക്കെ അവർ സീൽ ചെയ്തുകൊണ്ട് മെയിന്റനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ തിരുത്തൽ വരുത്തുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടുത്തെ രേഖകൾ സംരക്ഷിക്കേണ്ട ഒരു പണിയാണ് സത്യത്തിൽ ആദ്യം എടുക്കേണ്ടത് എന്ന് പ്രശാന്ത് പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ. ഒരുപാട് ഫയലുകളും മറ്റും ഇതിനു മുമ്പ് കത്തിയ ചരിത്രം ഉണ്ടല്ലോ. കാരണം തുടർച്ചയായ അവധി ദിവസങ്ങൾ തന്നെയുള്ളത്. കുറെ അവധി ദിവസങ്ങൾ തുടർച്ചയായിട്ട് വരുമ്പോൾ ആ അവസരങ്ങളിൽ ഈ പറയുന്ന ഈ സേവനങ്ങളെല്ലാം മെയിൻ്റനൻസ് ഏർപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഏർപ്പെടുത്തിയാൽ ചിലതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെക്കാനോ, ഇനി അതിനെ ഡിലീറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എറർസ് വരുത്താനോ ഒക്കെ സാധിക്കും. അതായത് എന്തൊക്കെയാണോ അവർക്ക് മാറ്റം വരുത്തേണ്ടത് ആ രീതിയിലൊക്കെ മാറ്റം വരുത്താൻ പറ്റും. ചില ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസുകൾ, ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ജയതിലക്, പിന്നെ കിഫ്ബിയുടെ CEO ഡോക്ടർ KM എബ്രഹാം തുടങ്ങിയവർക്കെതിരെയുള്ള പരാതികൾ, അത്തരത്തിലുള്ള പരാതികളും അന്വേഷണങ്ങളും എല്ലാം
ഈ സർക്കാർ രാജിവെക്കുന്നതിന് മുമ്പ്, അതായത് ഇനിയിപ്പോ കുറച്ച് ദിവസമേ ഉള്ളൂ സർക്കാർ രാജിവെക്കാൻ വേണ്ടിയിട്ട്, പുതിയ സർക്കാരിന് LDF സർക്കാർ തന്നെ അധികാരത്തിൽ വന്നാലും ഇനി UDF സർക്കാരാണ് വരുന്നെങ്കിൽ കൂടി രണ്ടായാലും ഈ സർക്കാർ രാജിവെക്കുന്നതിന് മുമ്പ് ചെയ്തു വെക്കണം. കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പണി നടക്കൂല. കാരണം ഉറപ്പില്ല, ഒരു കുറിപ്പിന്റെ ഉറപ്പാണ്. UDF ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നടന്നെന്ന് വരില്ല. അതുകൊണ്ട് അതിനു മുമ്പ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒക്കെ ധൃതി പിടിച്ചിട്ട് ആ നടപടികളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതായി വാർത്ത വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത്ര വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഒരു ഭരണം നടക്കുമ്പോൾ, ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ആള് തന്നെ കുഴി തോണ്ടുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണ്. ഇവിടെ ഇടത് വലത് കക്ഷികൾ LDF UDF ഇവിടെ മാറി മാറി ഇവിടെ ഭരിച്ചിട്ടുണ്ട്. അന്നൊന്നും ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി തന്നെ ഇതുപോലെ കുളം തോണ്ടുന്ന ഒരു രീതി കണ്ടിട്ടില്ല. ഏതായാലും ആ ഒരു അവാർഡ് സഖാവ് പിണറായി വിജയന്റെ മണ്ഡലത്തിന് കൊടുക്കണം. കഴിവില്ലാത്ത ആളാണെങ്കിൽ സഹിക്കാം. ഏതെങ്കിലും മണ്ടനോ മരകൊടനോ ചമ്മാനോ ചെരുപ്പൂത്തിയൊക്കെ ആണെങ്കിൽ സഹിക്കാം. ഇത് നല്ല കഴിവും പ്രാപ്തിയുള്ള നല്ല ഒന്നാന്തരം നേതാവ്, ഒന്നാന്തരം സഖാവ്, നല്ലൊരു ലീഡർ, അങ്ങനെയുള്ള ഒരാളാണ് ഇങ്ങനെ ഇറങ്ങി പോകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടിച്ചോറാക്കിയത്, ഇങ്ങനെ ജനങ്ങളെ വെറുപ്പിച്ചിട്ട് ഇറങ്ങി പോകണമെന്ന് ചിന്തിക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും സംസാരിക്കുന്നത് ഈ പിണറായിന്റെ എന്തിന്റെ കേടാണ് എന്നാണ് ചോദിക്കുന്നത്. അയാള് നമ്മുടെ പാർട്ടിയെ മൊത്തം നശിപ്പിക്കുമെന്ന്. സത്യം, CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ വേണ്ടേ? CPM എടുത്തു പോകേണ്ടതുണ്ടോ? ഇപ്പോ ബംഗാളിലില്ല, ത്രിപുരയിലില്ല എന്നൊക്കെ നമ്മൾ പറയും. ശരി, അവിടെയൊക്കെ ഇല്ല, അതൊക്കെ പോയി, എന്തോ ആയിക്കോട്ടെ. കേരളത്തിൽ CPM വേണ്ട എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും പറയില്ല, BJP-കാരും പറയില്ല, ആരും പറയില്ല. CPM ഇവിടെ വേണം എന്നാണ് മറ്റ് എല്ലാ കക്ഷികളുടെ ആവശ്യം, CPM-കാരുടെ മാത്രമല്ല. അപ്പൊ ആ അർത്ഥത്തിൽ CPM ഇവിടെ നിലനിൽക്കുമ്പോൾ അത് കുറച്ച് കൊള്ളാവുന്ന രീതിയിൽ നിലനിൽക്കേണ്ടത് പാർട്ടിയുടെ ഒരു ആവശ്യമല്ലേ? അങ്ങനെ നിലനിർത്തേണ്ടത് പാർട്ടി നേതാക്കളുടെ ഉത്തരവാദിത്വമല്ലേ? എന്തേ അവരത് ചെയ്യാത്തത്? ഇപ്പൊ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ നിർത്തി വിജയിപ്പിക്കുന്നു, നമ്മൾ എതിരല്ല. പക്ഷെ അവർ മുൻകാലങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ അറിയാലോ, നമുക്കൊരു കൺവെൻഷൻ സെന്റർ ഉണ്ടാക്കിയിട്ട് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. എന്തിന്റെ പേരില അതിനൊക്കെ കൊടുക്കാതെ? ഒരുതരം ധാർഷ്ട്യമാണ്, ഗുണ്ടായുസമാണ്. അത്തരത്തിലുള്ള ധാർഷ്ട്യവും ഗുണ്ടായുസവും വെച്ചു പുലർത്തുന്നവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി കഴിഞ്ഞാൽ ഈ അരിവാളിലും ചുറ്റികയിലും മാത്രം കുത്തി ശീലിച്ചിട്ടുള്ള സഖാക്കൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് പാർട്ടി നിർത്തുമ്പോൾ പാർട്ടിയുടെ പേരിൽ അങ്ങ് ജയിപ്പിച്ച് സിന്ദാബാദ് വിളിച്ച് വിടേണ്ട ഒരു ഗതികേടുണ്ട്. ആ ഗതികേട് മറ്റാരെക്കാളും ഇവിടുത്തെ സഖാക്കൾക്കാണ് ഉള്ളത്, അല്ലെങ്കിൽ അവർക്കാണ് അതിൽ എതിർപ്പുള്ളത് എന്ന് പാർട്ടി നേതൃത്വം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പാർട്ടി തകരുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് പാർട്ടിക്കാര് ഒരുപക്ഷെ ഗതി കിട്ടിട്ട് മറ്റു മേഖലയിലേക്ക് കുത്താൻ പോണത്. സഖാക്കളാണെന്ന് പറഞ്ഞു നിൽക്കും, പക്ഷെ ബാലറ്റിൽ എത്തുമ്പോൾ മാറിക്കുത്തുന്ന സാഹചര്യം വരും. അങ്ങനെയാണ് നേതാക്കന്മാരൊക്കെ തോൽക്കുന്നത്. ഇതിനു മുമ്പ് ഏത് പാർട്ടിയിലെ ആയാലും നേതാക്കന്മാരൊക്കെ തോറ്റിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഇവിടെ സഖാവ് പിണറായി വിജയന്റെ അവസ്ഥയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ അവസ്ഥയും ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ. കാരണം അവർ അവരുടേതായിട്ടുള്ള ചില പാതകൾ പാർട്ടിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് പാർട്ടിയിലെ വോട്ട് ബാങ്കുകളെ, അണികളെ മുഴുവൻ ആ വഴിയിലേക്ക് തിരിച്ചുകൊണ്ട് വരികയാണ്. അതല്ലല്ലോ നടക്കേണ്ടത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ഏതായാലും പാർട്ടി അണികളൊന്ന് സൂക്ഷിക്കുക. ഇനിയിപ്പോ മാറി വരുന്ന സർക്കാർ ഏതായാലും നിലവിൽ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് ഫയലുകളും ചിലരുടെ പേരിലുള്ള നടപടികളും ചില അഴിമതി കഥകളും ഒക്കെ ഉണ്ട്. അത് അഴിമതിയാണെന്നുണ്ടെങ്കിൽ നിയമ നടപടി കൈക്കൊള്ളേണ്ടതുണ്ട്. ഇനി വേറെന്തെങ്കിലും വിക്രസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചില തീപിടുത്തങ്ങൾ ഉടനെ ഉണ്ടാകാം. അത്തരം തീപിടുത്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പാർട്ടി സഖാക്കൾ തന്നെ മുൻകൈ എടുക്കണം. ബാക്കിയുള്ളവരുടെ പിന്തുണ, ജനങ്ങളുടെ പിന്തുണ ഒപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ഇടതുപക്ഷം അല്ലെങ്കിൽ CPM ഇവിടെ വേണ്ടത് ഇവിടുത്തെ മറ്റേത് പാർട്ടിക്കാരുടെയും മറ്റേത് ആൾക്കാരുടെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് നിലനിർത്തേണ്ടതും അതിന്റെ സംശുദ്ധത നിലനിർത്തേണ്ടതും ഇവിടുത്തെ ജനങ്ങളാണ്, അണികളാണ്. പാർട്ടി നേതാക്കളെ തെറ്റിൽ നിന്ന് തിരുത്തേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. Different angles. Don't forget to subscribe and support this channel.